ഹലോ നമസ്കാരം. ടി ഷാവിൽ വൈദ്യമഹലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദിലീപിൻ്റെ കേസിൽ ദിലീപിനെ വിട്ടയച്ചു കോടതി. അതായത് ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തി എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. എന്നിരുന്നാലും കോടതിയാണല്ലോ, കോടതി വിധിയെ നമ്മൾ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം അംഗീകരിക്കുന്ന ജുഡീഷ്യൽ നിയമം നമ്മൾ അംഗീകരിച്ച് പറ്റും. അപ്പോൾ മാത്രമല്ല, ദിലീപിൻ്റെ കൂടെയുള്ള ആളുകളെ 5-8 പേരെ മറ്റോ ശിക്ഷിച്ചു, ബാക്കി 5-6 ആളുകളെ വെറുതെ വിട്ടു എന്നാണ് കോടതി കണ്ടെത്തിയത്. ഇതിനെക്കുറിച്ച് പറയുന്നത് പറ്റുന്നതല്ല. എന്നിരുന്നാലും ബാധിക്കപ്പെട്ട അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്നാണ് എല്ലാവരെ പോലെയും അല്ലെങ്കിൽ എല്ലാ മനുഷ്യ സ്നേഹി പോലും ഞാനും ആഗ്രഹിക്കുന്നത്. അതെന്തായാലും ഉടനെ സംഭവിക്കട്ടെ. മാത്രമല്ല, ദിലീപ് അയാൾക്ക് ഇപ്പം കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്ന വാർത്ത കേട്ടതിലും സന്തോഷമുണ്ട്. കാരണം കോടതിയാണല്ലോ, പിന്നെ സാധാരണക്കാരനായ എന്നെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്കൊന്നും ഇതിന് നിയമവശങ്ങളും കാര്യങ്ങളും നടന്ന സംഭവങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല. ഒക്കെ ഇതുപോലത്തെ മാധ്യമങ്ങളിൽ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ നമുക്ക് അറിയുള്ളൂ. എന്നിരുന്നാലും ദിലീപ് എന്ന നടൻ്റെ അല്ലെങ്കിൽ ദിലീപ് എന്ന വ്യക്തിയുടെ കഴിഞ്ഞ 9 വർഷക്കാലമായി അയാൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും അതിനൊരു തൽക്കാല അരുതി അല്ലെങ്കിൽ തൽക്കാലത്തിന് അതിന് ക്ഷമ കിട്ടുമെന്ന് പറയാം. ഇനി വേണമെങ്കിൽ അതിജീവിതയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കാം, അത് കഴിഞ്ഞാൽ സുപ്രീം കോടതിയെ സമീപിക്കാം. ഇനിയും കോടതികളുടെ അവസാന വാക്ക് പിന്നെ ഇപ്പോൾ വന്ന കോടതിയുടെ ഇതെല്ലാം നമുക്ക് വിശ്വസിക്കാം. വീണ്ടും പറയുന്നു, കോടതിയെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഇനിയും ഇതിന് മുകളിൽ കോടതിയുണ്ട്, ഹൈക്കോടതി, സുപ്രീം കോടതി, മറ്റു കോടതിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നിന്ന് കണ്ടറിയാം. നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ് എന്താകും അവസാന വിധി അല്ലെങ്കിൽ ന്യായവിധി.